നേരത്തെ പാക് പ്രതിരോധ മന്ത്രി മുന്നോട്ട് വെച്ച പരിഹാസ്യ വാദങ്ങളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ അറിയിക്കുന്നുണ്ട്. 2021 പഞ്ചാബിലെ മോഗയിൽ തകർന്നു വീണ മിഗ് വിമാനത്തിന്റെ ചിത്രങ്ങൾ പുതിയത് എന്നുള്ള പേരിൽ ഇന്നലെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിച്ചതാണ്. ഇത് തെളിവാക്കിക്കൊണ്ടാണ് ഇന്ത്യൻ യുദ്ധവിമാനം തകർത്തു എന്നുള്ള വാദം ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. വാർത്താവിനിമയ മന്ത്രാലയത്തിന്റെ ഫാക്ട് ചെക്ക് സംഘം തന്നെ ഇത് വ്യാജ പ്രചാരണമാണ് എന്നുള്ള കാര്യം ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതേ വാദം ഇപ്പോൾ വീണ്ടും പാകിസ്ഥാൻ ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി ഈ വാദം ഉയർത്തുന്നു. CNN നൽകിയ അഭിമുഖത്തിലാണ്, അവിടുത്തെ മാധ്യമപ്രവർത്തകർ നൽകിയ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഇത്തരത്തിലൊരു വാദം അദ്ദേഹം നടത്തുന്നത്. ഇന്ത്യയുടെ യുദ്ധവിമാനം വെടിവെച്ചിട്ടു, അതിന് സോഷ്യൽ മീഡിയയിൽ തന്നെ തെളിവുണ്ട് എന്നുള്ള തരത്തിലാണ് അദ്ദേഹം ഇപ്പോൾ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട്. ശ്രീനാഥ്, ഇത് കഴിഞ്ഞ ദിവസം തന്നെ ഇക്കാര്യത്തിൽ വ്യക്തത വന്നതാണല്ലോ. അപ്പോൾ വീണ്ടും അത് പൊടി തട്ടിയെടുത്ത് അതേ വാദം CNN പറയുകയാണോ ഈ പാക് മന്ത്രി? ശ്രീനാഥ്, അങ്ങനെ ഒരു നുണ പ്രചരിപ്പിച്ചു. ആ നുണ പൊളിഞ്ഞൊടുങ്ങിയ വിവരം ഒരുപക്ഷെ അദ്ദേഹം അറിഞ്ഞു കാണില്ല. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ആ ഒരു വാദം ഈ ദേശീയ അന്താരാഷ്ട്ര തലത്തിൽ പോലും ആ വാദം ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ മാധ്യമമായ CNN നൽകിയ അഭിമുഖത്തിലാണ്. യഥാർത്ഥത്തിൽ അവതാരകരുടെ ചോദ്യത്തിൽ പോലും ഒരു പരിഹാസം ഉണ്ടായിരുന്നു. എന്താണ് ഈ 5 വിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്ന് പറയുമ്പോൾ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്, എന്ത് തെളിവാണ് കൃത്യമായി അവർ ചോദിക്കുന്നുണ്ട്, എന്ത് എവിഡൻസ് ആണ് നിങ്ങളുടെ കൈവശം ഉള്ളത് എന്ന്. അദ്ദേഹം ഒരു തരത്തിലുള്ള പരിഹാസമാണ് എന്നൊരു തോന്നൽ പോലും അദ്ദേഹത്തിന് ഇത് പറയുമ്പോൾ ഉണ്ടായില്ല. അദ്ദേഹം പറയുന്നത് ഈ തെളിവുകൾ സോഷ്യൽ മീഡിയയിലുണ്ട്. അത് ഇന്ത്യൻ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, പാകിസ്ഥാൻ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല, ഇന്ത്യൻ സോഷ്യൽ മീഡിയയിലുമുണ്ട്, മാധ്യമങ്ങളിലും അതൊക്കെ കാണിക്കുന്നുണ്ട് എന്നതാണ്. ഒരു പ്രതിരോധ മന്ത്രി എന്നുള്ള നിലയ്ക്ക്, സൈന്യത്തിൽ നിന്ന് നേരിട്ട് വിവരങ്ങൾ കിട്ടേണ്ട ആളെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഇപ്പോഴും സോഷ്യൽ മീഡിയയെ ആശ്രയിക്കുന്ന ആളാണ്. അതിൽ നിന്നാണ് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ തന്ത്രപ്രധാനമായ, സൈന്യവുമായി ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിക്കുന്നത് എന്ന് കേൾക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ ആ രാജ്യത്തിന്റെ ഒരു ഗതികേട് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നതാണ്. അന്താരാഷ്ട്ര തലത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം സ്വയം പരിഹാസ്യമായി മാറുകയാണ്. അദ്ദേഹത്തിന് ഇതൊരു മോശം ഇത്തരം ഒരു പരാമർശം ഒരു പ്രതിരോധ മന്ത്രി എന്നുള്ള നിലയ്ക്ക് താൻ ഇങ്ങനെ ഒരു വാദം പോലും ഉന്നയിക്കാൻ പാടില്ലായിരുന്നു എന്ന തോന്നൽ പോലും ഉണ്ടായില്ല എന്നത് വളരെ അത്ഭുതം തോന്നുന്നു. ഏതായാലും മിഗ് വിമാനം 2021 പഞ്ചാബിലെ മോഗയിൽ തകർന്നു വീണിരുന്നു. അന്ന് അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. പക്ഷെ അത് ഏതെങ്കിലും ആക്രമണത്തിന്റെ ഭാഗമായൊന്നും ആയിരുന്നില്ല അങ്ങനെ ഒരു വിമാനം തകർന്നു വീണത്. ആ ദൃശ്യങ്ങൾ വീണ്ടും ഇപ്പോൾ കുത്തിപ്പൊക്കി അത് പുതിയ ദൃശ്യങ്ങളാണ്, റഫേൽ വിമാനങ്ങൾ തകർത്തിട്ടതിന്റെ ദൃശ്യങ്ങളാണ് എന്ന മട്ടിൽ കഴിഞ്ഞ ദിവസം വ്യാപകമായി പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രചാരണമുണ്ടായി. പാകിസ്ഥാന്റെ അവിടെ ജീവിക്കുന്ന ആളുകളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളാണ് ആദ്യം ഈ വിവരം വന്നത്. അത് വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. സ്വാഭാവികമായി ഈ പ്രതിരോധ മന്ത്രി ഒരുപക്ഷെ ആ കാഴ്ച കണ്ടു കാണും. അത് ഇദ്ദേഹം ഒരു തെറ്റിദ്ധരിച്ചതാണോ, ഇനി ഒരു വ്യാജ പ്രചാരണത്തിന് മുതിർന്നത് തന്നെയാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ഇന്നലെ PIBയുടെ ഫാക്ട് ചെക്ക് സംഘം ഇത് പഴയ ഫോട്ടോയാണെന്നും ഇതിൽ യാതൊരു യാഥാർത്ഥ്യവും ഇല്ല എന്നും വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ ആ നുണ ഇന്നലെ തന്നെ പൊളിഞ്ഞതാണ്. പക്ഷെ അത് അദ്ദേഹം അറിഞ്ഞു കാണില്ല. മാത്രമല്ല, പാകിസ്ഥാൻ മറ്റൊരു വീഡിയോ കൂടി വ്യാജമായി ഈ ഘട്ടത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ഇന്ത്യൻ സൈന്യം വെള്ളക്കൊടി കാണിച്ച് ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ, ഇന്ത്യൻ സൈനികരുടെ മൃതദേഹങ്ങൾ തിരിച്ചെടുക്കാൻ വരുന്നു എന്ന തരത്തിൽ ഒരു വ്യാജ വീഡിയോ കൂടി പ്രചരിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് 2019 പാകിസ്ഥാൻ സൈന്യം നടത്തിയ ഒരു നടപടിയാണ്. പാകിസ്ഥാൻ സൈന്യമാണ് യഥാർത്ഥത്തിൽ അന്ന് വെള്ളക്കൊടി വീശി കാണിച്ച് വെടിവെക്കല്ലേ എന്ന് ദയയാചിച്ചുകൊണ്ട് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി വന്നത്. ആ ദൃശ്യം ഇന്ത്യയുടേത് എന്ന പേരിലാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ സമൂഹ മാധ്യമങ്ങൾ വഴി ആയുധം കൊണ്ട് ഇന്ത്യയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള ബോധ്യം കൊണ്ടാവാം ഒരുപക്ഷെ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നടത്തി ഇന്ത്യയുടെ ആത്മവിശ്വാസം കെടുത്താൻ കഴിയുമോ എന്നുള്ള തരത്തിലുള്ള ശ്രമമാണ് ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഉന്മേഷ്, ശരി. ശ്രീനാഥ് ചന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അങ്ങനെ വ്യാജ പ്രചാരണം ഏറ്റെടുത്ത് പാക് പ്രതിരോധ മന്ത്രി വീണ്ടും രംഗത്തെത്തുന്ന കാഴ്ച. CNN നൽകിയ അഭിമുഖത്തിലാണ് ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു എന്നുള്ള വാദം അദ്ദേഹം ഉയർത്തുന്നത്. തെളിവെവിടെ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോടാണ് സോഷ്യൽ മീഡിയയിൽ തെളിവുണ്ടല്ലോ എന്നുള്ള അദ്ദേഹത്തിന്റെ വാദം. പക്ഷേ അത് നേരത്തെ തന്നെ അദ്ദേഹം ഉയർത്തുകയും അപ്പോൾ തന്നെ പൊളിഞ്ഞു പോവുകയും ചെയ്ത വാദമാണ്. അത് വീണ്ടും അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളതാണ്.